ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ഫുഡ് എന്താ അറിയോ, ലക്ഷദ്വീപുകാരുടെ കിലാഞ്ചിയും പാലും. അതായത് ദോശയാണ് പാലാണ്. അപ്പോൾ ആ ദോശയ്ക്കും പാലിനും ഒക്കെ വ്യത്യാസമുണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ലക്ഷദ്വീപുമായിട്ട് എന്താ ബന്ധം, അവിടെ ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സമയത്തും വർക്ക് ചെയ്ത സമയത്തൊക്കെ ഉള്ള ഫ്രണ്ട്സ് എനിക്ക് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരുവിധം ഫുഡൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ നീർദോശ ഉണ്ടല്ലോ, നീർദോശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. നല്ല വെള്ളം പോലെ അരച്ചെടുക്കുന്ന ഒരു ദോശ മാവിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നമ്മൾ നല്ലൊരു പാനിലേക്ക് വെച്ച് ദോശ ചുട്ടെടുക്കണം. പക്ഷേ എൻ്റെ ദോശ ഇത്രയൊക്കെ തന്നെ ആവാറുള്ളൂ കേട്ടോ. ചുട്ടെടുത്ത് ഇങ്ങനെ മടക്കി എടുക്കണം കേട്ടോ അത്. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ദോശക്കല്ല അത്ര ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. പിന്നെ ദോശ എനിക്ക് ഇത്രയൊക്കെ തന്നെ വരാറുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു പാല് എന്ന് പറയുന്ന സാധനം നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലെടുത്ത് അതിലേക്ക് ശർക്കര, നമുക്ക് ആവശ്യമുള്ള മധുരത്തിനുള്ള ശർക്കര ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു പാലുണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഈ പാലും ഈ ദോശയും കൂടിയാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എന്തായാലും എൻ്റെ മോന് ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ ബൈ.